ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്, സോറി ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ രാവിലെ 11:30 കഴിഞ്ഞിട്ടാണ് ഇട്ടത്. അതിനുശേഷം രാവിലെ ഉപ്മാവാണ് എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഓടിപ്പോയിട്ട് എനിക്ക് മസാല ദോശ വാങ്ങിച്ചത്. ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് അപ്പം തന്നെ വാങ്ങിച്ചിട്ടോ. ഫുഡാണെങ്കിലും ഡ്രസ്സാണെങ്കിലും അത് മാത്രമല്ല, മസാല ദോശയുടെ കാര്യം പറയട്ടെ. ഗുരുവായൂരിന്ന് എന്ത് മസാല ദോശ കഴിച്ചാലും അത് പ്രത്യേക ടേസ്റ്റാണ്. അത് വേറെ എവിടെ പോയി കഴിച്ചാലും കിട്ടില്ല. അങ്ങനെ രാവിലെ കഴിക്കേണ്ട ഭക്ഷണം ഏകദേശം ഒരു 12 മണിക്ക് ഞാൻ ഇങ്ങനെ കഴിക്കുകയാണ്. പിന്നെ മെയിൻ കലാപരിപാടിയായ തനിമോൾ ഒരുക്കുക, സൺസ്ക്രീം, മോയ്സ്ചറൈസർ, ഐലൈനർ, ലിപ്സ്റ്റിക്, ബ്ലഷ്, മുടിയൊക്കെ കിട്ടിയെങ്കിൽ സുന്ദരിക്കുട്ടിയൊക്കെ വെച്ചു. അതിനുശേഷം ഞാനും സുന്ദരിക്കുട്ടി അത്ര സുന്ദരിന്നായില്ല. ഞാൻ ഈ മുടി കാണിക്കുന്നത് വേറെ ഒന്നല്ല ഗൈസ്, ഞാനിങ്ങനെ മുടി കെട്ടാറേ ഇല്ല. ഇങ്ങനെ കെട്ടിയപ്പോൾ എന്താണെന്നറിയില്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ചിലപ്പോൾ ഞാനിങ്ങനെ ഹെയർ സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തെല്ലാം നിൽക്കുന്നത്, കാരണം ഭയങ്കര ഈസിയാണ്. അതിനുശേഷം ഞങ്ങൾ ഒരു സ്ഥലം വരെ പോയി, വേറെ എവിടെയല്ല ഗൈസ്, അതിരമ്പള്ളി. അവിടെ ചെന്ന് ഫസ്റ്റ് കാണുന്നത് മാന്യാണ്. അതിനുശേഷം അവിടേക്ക് താഴേക്ക് പോകാൻ പറ്റും ടാസ്ക്. അവിടെ താഴെത്തിയപ്പോൾ കാണുന്നത് ഒടുക്കത്തെ തിരക്കൊന്നും നോക്കാൻ പോലും കിട്ടിയില്ല. എന്നാലും ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ അവിടെ നിന്ന് എടുത്തേക്ക് കുറേ കല്ലൊക്കെ കയറി തലന്തല്ലി വീണു. 2 വട്ടം ഐഫോണൊക്കെ താഴെ വീണു. പക്ഷെ പ്രശ്നമില്ല, പക്ഷെ വെറുത്തായിരുന്നു. അവിടെ എടുത്തു പോയിട്ട് കാണുന്നപ്പോൾ ഇങ്ങനെ സീസൺ ആയതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു. ഭയങ്കര തിരക്കുണ്ടായിരുന്നു. കാരണം സീസണാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പോകണ്ടെങ്കിൽ ഈ ടൈമിൽ തന്നെ പോകണം. ഇത്രയും ഭംഗിയുള്ള വാട്ടർഫോൾ നമുക്ക് ഇപ്പോൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ചേട്ടൻ അടടാമയുടെ ഡാൻസ് കളിക്കണം. അപ്പം ഞാൻ കളിച്ചു. തൊലി ഒലിഞ്ഞു എല്ലാവരും നോക്കണമെന്ന് പ്രശ്നമില്ല. ചേച്ചി ഡാൻസ് കളിക്കാൻ വന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ചേച്ചി ഭയങ്കര ഇൻട്രോവേർട്ടാണ്. പക്ഷേ ഞാൻ വിളിച്ചപ്പോൾ ചേച്ചി ഓടി വന്നു. അതിനുശേഷം ഞങ്ങൾ മേലേക്ക് എത്താനുള്ള ടാസ്കിലായിരുന്നു. അങ്ങനെ മേലെത്തി ഓടിച്ചെന്നു അച്ഛൻ്റെ അമ്മയുടെ അടുത്ത്, കാരണം അവരെല്ലായിരുന്നു വെള്ളം. അതിനുശേഷം താഴത്തെ കഥയൊക്കെ പറഞ്ഞു, ചിരികളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് വീട്ടിലേക്ക് പോയി ഗൈസ്.